ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ കുറച്ചു കാലങ്ങളായിട്ട് എനിക്കുള്ളൊരു സംശയം. വാട്ട് ഇഫ് നിങ്ങൾ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൈവറ്റ് ചാർജിങ് സ്റ്റേഷനിൽ നിങ്ങൾ അറിവോ സമ്മതമോ കൂടാതെ നിങ്ങളുടെ വണ്ടിയുടെ ചാർജർ ഡിസ്കണക്ട് ചെയ്തിട്ട് ആ വണ്ടിയുടെ ചാർജിങ് സ്റ്റേഷൻ മറ്റൊരാൾ ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഒട്ടും സഹനീയമല്ലാത്തൊരു സിറ്റുവേഷൻ വന്നാൽ ഞാൻ ആരെയാണ് വിളിക്കേണ്ടത്? പോലീസിനെയോ അതോ ചാർജിങ് സ്റ്റേഷന്റെ കമ്പനിയോ? ഇലക്ട്രിക് വണ്ടികൾ കൂടി വരുന്ന ഈ കാലത്ത് ഇങ്ങനൊരു സംശയം വന്നതിൽ വലിയ അത്ഭുതമൊന്നും വേണ്ട. നെന്മാറ വേലയ്ക്ക് പോകുമ്പോൾ ഇതല്ലെങ്കിലും ഇതിന് സാമ്യമുള്ളൊരു ഇൻസിഡന്റ് എനിക്കും ഉണ്ടായി. ഈ ഒരു കോൺസെപ്റ്റിന്റെ രണ്ട് തലങ്ങൾ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം മാരിയോ. ഗൈസ്, ഇന്ന് നമ്മൾ ഒരു സ്ഥലം വരെ പോവാണ്. സാധാരണ പോകുന്നത് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യാൻ പോവാണ്. പക്ഷേ ഇന്നത്തെ ട്രാവലിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ കാടും മലയൊക്കെ കയറിയിട്ട പോക്ക്. ഇപ്രാവശ്യം നമ്മൾ ഒരു വെടിക്കെട്ട് കാണാൻ പോവാണ്. അതെ ഗൈസ്, ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ വെടിക്കെട്ടായ നെന്മാറപ്പൂരം, അതിനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. നമ്മളെ വണ്ടി ഫുൾ ചാർജഡ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, നമ്മുടെ യാത്ര നേടേ ഇവിടുന്ന് നമ്മൾ തുടങ്ങുകയാണ്. ഗൈസ്, ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, എൻ്റെ കൂടെ കൂട്ടുകാരനുണ്ട്. നിങ്ങൾക്കറിയാം, കാസർഗോഡ് എൻ്റെ ഒപ്പം വന്ന അമലാണ് എൻ്റെ എപ്പോഴും വരുന്നത്. വീട്ടിൽ പോയി അവനെ പിക്ക് ചെയ്തിട്ട് വേണം നേരെ നെന്മാറയ്ക്ക് പോവാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇവിടെ വന്ന് ഇവനെ പിക്ക് ചെയ്തിട്ടാ ഇനി നമ്മൾ നേരെ നെന്മാറ അല്ലേ പോലെ. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ യാത്ര പോവാട്ടോ. മറ്റേ പോകണം. ഇപ്പോൾ നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സമയം കണ്ടോ, 12 കേട്ടോ. അപ്പോൾ നമ്മൾ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഗൈസ്, നമ്മൾ പോണ വഴി നല്ലൊരു മഴക്കുള്ള സാധ്യത ഉണ്ട്. ചെറിയ വെയിലുണ്ട്, അതേപോലെ തന്നെ നല്ലൊരു ചാറ്റൽ മഴ പെയ്തു. മഴ കൂടിക്കൂടി വരികയാണ് നമ്മൾ ഓരോ പഞ്ചായത്ത് കഴിയുമ്പോഴും. ഗൈസ്, നമ്മളേ നേരെ മണ്ണാർക്കാട് ടച്ച് ചെയ്യണമെന്നാണ് പറയണേ. അങ്ങനെയാണ് ഈ കരുവാണ്ട് കൂടി പാസ് ചെയ്യണമെങ്കിൽ നമുക്ക് വട്ടമല കയറി അവിടുന്ന് നേരെ മണ്ണാർക്കാട് ചാടാനുള്ള വഴിയുണ്ട്. ഞാനും അങ്ങനെ തന്നെ പോണ്. പക്ഷെ എനിക്ക് റൂട്ട് കറക്റ്റ് അറിയുന്നില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണ് നെന്മാറ. ഗൈസ്, നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. വട്ടമല കയറ്റത്തിൽ കൂടിയാണ് നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്നത്. നല്ല കുത്തനെ കയറ്റാണ്. ഈ വട്ടമല കയറ്റം കയറിയിട്ട് നേരെ അപ്പുറത്ത് എടത്തനാട്ടര, അവിടുന്ന് നേരെ മണ്ണാർക്കാട്. ആ റൂട്ടിലൂടെയാണ് നമ്മൾ പോകാൻ കരുതുന്നത്. ഗൈസ്, ഈ ഒരു കയറ്റം ഒരു 1.5 കയറ്റാണ്. ഇത് സ്പോട്ടിൽ ഇട്ടാൽ മാത്രമേ കയറത്തുള്ളൂ, അങ്ങനത്തെ കയറ്റാണ്. ഇപ്പൊ നമ്മൾ ഈ കയറ്റം കയറി കഴിഞ്ഞ് അപ്പുറത്ത് ഈ കയറ്റം ഇറങ്ങുന്ന സ്ഥലമുണ്ട്. അവിടെ റീജൻ നമുക്ക് വർക്ക് ചെയ്യില്ല. കാരണം വണ്ടി നന്നായിട്ട് ഹീറ്റ് ആയിട്ടുണ്ടാവും ഈ കയറ്റം കയറുമ്പോൾ തന്നെ. പിന്നെ ഈ ഏരിയ കുറച്ച് ഡേഞ്ചറാണ്. ഫോറസ്റ്റിനോട് അടുത്ത് കിടക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ആനയും കടുവയും പുലി അങ്ങനെ കുറെ സാധനങ്ങൾ ഇറങ്ങാറുണ്ട്. പിന്നെ ഒരു കോമഡി എന്താ വെച്ചാൽ, ഇത് ഉപയോഗിച്ച് കുറെ ആൾക്കാർ ഫേക്ക് വീഡിയോ വരെ ഇറക്കിയിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം, കുറച്ചാലും മുന്നേ ഒരു കടുവ ഇറങ്ങിയുള്ള ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരുന്നു. അത് ഏകദേശം ഇവിടുന്ന് എടുത്തു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഫേക്കാണ്, പിന്നെ കണ്ടു ചെയ്തു. വട്ടമല ഇവിടെയാണ് അന്ന് ആ പുലിന്റെ ഒരു ഫേക്ക് വീഡിയോ ഇറങ്ങിയതല്ലേ, നല്ല വൈറലായത്. അത് ഈ ഒരു ഏരിയയിലാണ് സാധനം വന്നത്. പിന്നെ ഇവിടെ അത്യാവശ്യം നല്ല ആനേനെ കാണുന്ന ഒരു ഏരിയയാണ്. നമ്മൾ നിർത്തിയ വേറൊന്നുമല്ല, ഇത് കണ്ടല്ലോ, ഇത് കണ്ടോ. ഇതാണ് അവസ്ഥ. ഇനി നമുക്ക് അവിടുന്ന് ഈ കയറ്റം കയറിയതിന്റെ റീജനറേഷൻ നമുക്ക് അപ്പുറത്ത് കുറച്ച് ചാർജ് കിട്ടണ്ടായിരുന്നു. വണ്ടി ഇനി കുറച്ചെല്ലാം നിർത്തിടാതെ നമുക്ക് ആ റീജനറേഷൻ കിട്ടില്ല. മയിലല്ലേ. MC മാറ്റാനായിട്ട് തോന്നുന്നു കേട്ടോ. വണ്ടി പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്. ഇനി കുറച്ച് വണ്ടി ഒന്ന് ഹീറ്റ് ഡൗൺ ആയിട്ട് വേണം വണ്ടി എടുത്ത് പോകാൻ. ഈ ഒരു കയറ്റം കേട്ടോ മെയിൻ പ്രശ്നം. ഈ ഒരു കയറ്റം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുള്ള് നല്ല കുത്തനെ ഇറക്കണം. നമുക്ക് ഇനി സ്മൂത്ത് റോഡാണ് വരുന്നത്. കുറച്ച് വളവുണ്ടെന്നുള്ളൂ. റോഡിൽ വെള്ളമല്ല, സാധാരണ ഈ പാറേന്റെ മേലിന് കുറച്ച് വെള്ളം ഇങ്ങനെ വെള്ളം. അത്യാവശ്യം നല്ല കുത്തനെ ഇറക്കാട്ടത്. നിങ്ങൾ കാണുന്നുണ്ടത് എന്താ ഒരു വ്യൂ അല്ലേ ഗൈസ്. ഈ ഇറക്കം ഭയങ്കര ഡേഞ്ചറാട്ടോ. ഇവിടുന്ന് കുറെ വണ്ടികൾ വീഴാറുണ്ട്. ഞാൻ തന്നെ പലവട്ടം വരുമ്പോ വണ്ടി വീണ് കാണുന്നുണ്ട്, വീണ് കിടക്കണ വണ്ടികൾ കണ്ടിട്ടുണ്ട്. നല്ല അടിപൊളി വ്യൂ ഉള്ള റോഡാണ്. അത്യാവശ്യം റഷ് കമ്മിയുള്ള റോഡാണ്. ഇതൊക്കെ ചെറിയ റൂട്ടായതുകൊണ്ട് തന്നെ അധികം റഷ് ഒന്നുമില്ല. മെല്ലെ പോയാൽ നല്ല ആസ്വദിച്ച് മെല്ലെ പോകാൻ പറ്റും.
നമ്മളിപ്പോ നിൽക്കുന്ന പറഞ്ഞാല് മണ്ണാർക്കാട് അങ്ങാടിയിലാണ്. അങ്ങാടി ഇവിടെ എപ്പോ വന്നാലും ഒരേ തിരക്ക്, എന്ന് വെച്ചാൽ ഒരേ ട്രാഫിക് ആണ്. എപ്പോ വന്നാലും ഒരേ ട്രാഫിക്. നമ്മളെ വണ്ടിയുടെ ചാർജ് തന്നാല് ഒരു 72 കിലോമീറ്ററോളം ചാർജ് ഉണ്ട്. പക്ഷെ നമുക്ക് ഏകദേശം 64 കിലോമീറ്റർ ഇനിയും പോവാണ്ട്. നമുക്ക് എന്തായാലും അവിടെ എത്തില്ല എന്നുള്ളൊരു എന്താ പറയാ കൺസിഡറേഷനിൽ എത്തി. അപ്പൊ നമ്മൾ ഇനി അടുത്ത ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാല് എവിടെയെങ്കിലും ഒരു ചാർജിങ് സ്റ്റേഷൻ പോണ റൂട്ടിൽ കണ്ടെത്തണം. പോണ റൂട്ടിൽ നമ്മൾ കണ്ടെത്തുക പറഞ്ഞാല് നമ്മൾ പോകുന്നത് റിമോട്ട് ഏരിയ കൂടെയാണ്. എന്ന് വെച്ചാൽ മണ്ണാർക്കാട് മെയിൻ റോഡ് കൂടെ അല്ല നമ്മൾ പോകുന്നത്. ഗൂഗിൾ മാപ്പ് കാണിക്കുന്ന ഒരു ഷോർട്ട് കട്ടിലൂടെ നമ്മൾ പോകുന്നത്. അപ്പൊ ഇനി നമ്മൾ മെയിൻ റോഡ് എത്തിയിട്ട് അവിടുന്ന് ഒരു ചാർജിങ് സ്റ്റേഷൻ കണ്ടിട്ട് വേണം പോവാൻ. വണ്ടി ഓടിക്കാൻ ഞാനല്ല ഏത് വീട് മനസ്സിലേ, ഞാൻ കുറച്ച് ഓടിക്കട്ടെ. നമ്മള് പാലക്കാട് വന്നു. നമുക്കൊരു പാലക്കാട് ഓനിപ്പോ മൊബൈൽ എടുത്തോണ്ട് ഗൈസ്, നിങ്ങൾ ഇത് കണ്ടില്ലേ? നമ്മൾ മെയിൻ റോഡിൽ കയറിയപ്പോൾ കണ്ട ഒരു കാഴ്ചയുണ്ട്. ഈ പാലക്കാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് പേര് കേട്ട ഉത്സവങ്ങൾ കൊടിയേറുന്നൊരു മണ്ണാണ്. ഈ ഉത്സവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വാശിയേറിയ ഉത്സവങ്ങളായിരിക്കും. ഒരു അഭിമാന പ്രശ്നം, അത്രത്തോളം ഇന്റൻസിറ്റി ഉണ്ടാവും ഓരോ ഉത്സവത്തിലും. മഴക്കുള്ള നല്ല സാധ്യത നമ്മള് ഇവിടെ കിട്ടാൻ നല്ല സാധ്യത. നമ്മൾ ചാർജ് ചെയ്യാൻ വേണ്ടി വന്ന സ്ഥലം തന്നെയാണ് പാലക്കാട് ലോലയുടെ ഷോറൂം ആട്ടോ. ഇവിടെ വന്ന് നോക്കുമ്പോൾ 2 പ്ലഗും എൻഗേജ് ഇടാം. സ്വിഗ്ഗിയുടെ ബാഗൊക്കെ ഉണ്ട്. ഫുഡ് ഡെലിവറീസ് വണ്ടി കുത്തിച്ച് പോയതുകൊണ്ട് ഷോറൂമിന്റെ ഉള്ളിൽ ഒരുപാട് പോർട്ടുകൾ ഫ്രീ ഉണ്ടായിരുന്നു. അപ്പൊ മഴ ചെയ്തുകൊണ്ടും ഞാൻ റെയിൻകോട്ട് ഇട്ടുകൊണ്ടും പുറത്തുനിന്ന് തന്നെ ഞാൻ ചോദിച്ചു എന്തെങ്കിലും കുത്തി വെക്കാൻ മാർഗമുണ്ട്. അപ്പോൾ അതിൽ ഉള്ളിൽ പോയിട്ട് കുറച്ചു നേരം തമ്മിൽ നോക്കും, പിന്നെ എന്നെ നോക്കും. കുറച്ചു നേരം തമ്മിൽ നോക്കും, എന്നെ നോക്കും. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു. പക്ഷെ നോ റെസ്പോൺസ് വന്നപ്പോൾ പിന്നെ അവസാനം നമ്മൾ വേറെ ചാർജിങ് സ്റ്റേഷൻ തപ്പി പോകേണ്ടി വന്നു. ഇതൊന്ന് നോക്കും, ഞാൻ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ ചാർജ് മൗണ്ടിന്റെ ലൊക്കേഷൻ നോക്കി വന്നതാണ്. ഇവിടെ വന്നപ്പോൾ ചാർജിങ് സ്റ്റേഷനും ഇല്ല, ഒന്നുമില്ല, ഒരു പോസ്റ്റ് മാത്രം. നമ്മുടെ മാപ്പിൽ കറക്റ്റ് ഇവിടെ എപ്പോഴും ഉണ്ട്. പക്ഷേ ഇവിടെ വന്ന് നോക്കുമ്പോഴാണെങ്കിൽ ഒന്നുമില്ല. അറ്റ്ലീസ്റ്റ് ഇവർക്ക് ഈ സൈനെങ്കിലും ഒന്ന് ഒഴിവാക്കിക്കൂടെ? ചാർജിങ് സ്റ്റേഷൻ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ഫൈനൽ എമർജൻസി ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഷോറൂമിന്റെ ബാക്കിൽ സർവീസ് സെന്റർ ഉണ്ടായിരുന്നു, അവിടെ നമ്മൾ ചാർജ് ചെയ്തത്. ഗൈസ്, നമ്മുടെ വണ്ടി കുത്തിച്ചിട്ട് നേരെ ഒന്ന് ചായ കുടിക്കാൻ വന്നാട്ടോ. ഒരു പരിപ്പടയും ഒരു ചായ, അത് മതി. കേറ്റണം കണ്ടോ? അത് നോക്കുക. സർവീസിലെ ടെക്നീഷ്യൻസും നെന്മാറ വേലയ്ക്ക് പോകണോണ്ട് ഷോറൂം നേരത്തെ അടയ്ക്കുന്നു പറഞ്ഞു. അപ്പൊ നമ്മൾ മെല്ലെ ഇറങ്ങിട്ടോ. നമ്മൾ ഷോറൂമിൽ കുത്തിയതിനു ശേഷം നമ്മൾ എത്തുമെന്ന് വീണ്ടും സംശയം വന്നു. അപ്പൊ വീണ്ടും വന്ന് ഒരു ചാർജ് മോഡ് സെറ്റാക്കി അതിൽ കുത്തിച്ചിട്ടോ. 12% 17 കിലോമീറ്റർ ഉണ്ടോ. നമുക്ക് ഏകദേശം നമ്മളെ കരുതുന്ന ചാർജിങ് സ്റ്റേഷൻ എടുപ്പിച്ച് ഏകദേശം 14 കിലോമീറ്റർ വരെ ഉണ്ട്. നമുക്ക് അത്രയും അഫോർഡബിൾ അല്ല. ഇത്രയും ചാർജിൽ അവിടെ എത്തുമെന്ന് ചെറിയ റിസ്ക് എടുക്കേണ്ട രീതിയിലാണ് നമ്മൾ ചാർജ് കുത്തിട്ടോ. നമ്മൾ വണ്ടി ഇത്ര മതി, നമുക്ക് ഇത്രയേ ചാർജ് ആക്കാൻ കഴിയുള്ളൂ ഈ സമയം കൊണ്ട്. അപ്പം ഇവിടുന്ന് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ പോവാം. ഇതേമാതിരി 2 കിലോമീറ്റർ അപ്പുറത്താണ്. 6 കിലോമീറ്റർ ഇത് വണ്ടിയുടെ ചാർജ് ആണ്. 111 കിലോമീറ്റർ ഉണ്ട്. 6%. നമ്മൾ ജയിച്ചിട്ട് പോരാ. ഗൈസ്, നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും നോക്കില്ല, നേരെ അടുത്ത് കണ്ടൊരു ഹോട്ടലിൽ നേരെ കയറി ഒരു ബീഫ് ബിരിയാണിയും ചിക്കൻ ബിരിയാണിയും വന്നു. ബിരിയാണി പറഞ്ഞപ്പോൾ ചെറിയൊരു പേടിണ്ടായിരുന്നു, വേറെ ടൈപ്പ് അരിയാണോ എന്ന്. കരുതിയ മാതിരി വേറെ ടൈപ്പ് അരി തന്നെയായിരുന്നു. പക്ഷെ സാധനം കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു. 120 രൂപയ്ക്ക് വേറെ തന്നെ ആയിരുന്നു കേട്ടോ. ഗൈസ്, നമ്മുടെ ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ ആകാശം പോലെ ഇടിമിന്നൽ വീണ പോലെ നല്ല സൗണ്ട്. അപ്പൊ നോക്കുമ്പോൾ വെടിക്കെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നത് വെറുതെ പോയി എന്ന് ഞങ്ങൾക്ക് ഒരു നിമിഷം തോന്നിപ്പോയി. വെടിക്കെട്ട് കാണാൻ പറ്റില്ല എന്നുള്ള നിരാശയിലിരുന്നപ്പോഴാണ് ഒരു കടക്കാരൻ ഞങ്ങളോട് പറഞ്ഞത് ഇത് വെല്ലങ്കി ദേശത്തിന്റെ വെടിക്കെട്ടാണ്, നെന്മാറ ദേശത്തിന്റെ വെടിക്കെട്ട് അടുത്തത് വരുന്നതാണ്. അത് കേട്ടപ്പോഴാണ് ഒരു ആശ്വാസം വന്നത്. പിന്നെ ഒന്നും നോക്കില്ല, അങ്ങോട്ട് എത്താനുള്ള ഓട്ടപ്പാച്ചായിരുന്നു. നമ്മളെ ഇതിന്റെ ബാക്ക് സൈഡിലാണോ ഏത് സൈഡിലാണ് എനിക്ക് ഇപ്പോഴും മനസ്സിലാവണില്ല. എന്തായാലും ഇതാ കാണാണ് സംഭവം. വെടിക്കെട്ട് ഇതേണ്ട ഈ ആൾക്കാർ നിൽക്കുന്നതിന്റെ അപ്പുറത്താണ് വെടിക്കെട്ട് അടക്കുന്നത്. കുറേ നേരമായിട്ടും പരിപാടി തുടങ്ങാത്തതുകൊണ്ട് എല്ലാവരും അവരുടെ മൊബൈലിലെ ഫ്ലാഷ് ഓണാക്കി അവരുടെ പ്രതിഷേധം പ്രകടിപ്പിക്കണത്. ഇത്ര ലേറ്റ് ആവുമെന്ന് അറിഞ്ഞില്ല, എന്തായാലും വാങ്ങിയത് നന്നായി. കുറച്ച് കഴിഞ്ഞ് ബോർഡുമിക്കും സൂക്ഷിച്ചു നോക്കിയപ്പോൾ എൻ്റെ ദേവി, മെസ്സി അല്ലേ ഇത്? കുറച്ച് നേരം കൂടിയും കഴിഞ്ഞപ്പോൾ നമ്മൾ നെന്മാറ വെടിക്കെട്ടാണ് തുടങ്ങി.
ഗൈസ് ഒന്ന് സൂക്ഷിച്ച് നോക്കി, ഒരു സാധനം മേലിന്ന് താഴോട്ട് ഇങ്ങനെ വീഴുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, നമ്മളെ വെടിക്കെട്ട് മേലെ പോയി പൊട്ടിയതിന് ശേഷം ബാക്കിയുള്ള കരി താഴോട്ട് വീഴുന്നതാട്ടോ. വെടിക്കെട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എങ്ങനെയും പോകാൻ നോക്കിയാണ്. പക്ഷെ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ ഫുള്ള് തിരക്കായിരുന്നു റൂട്ടിലൂടെ. എങ്ങനെയായാലും മെല്ലെ മെല്ലെ നീങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിനോട് അടുത്തപ്പോൾ തിരക്ക് കൂടാൻ തുടങ്ങി. എന്നാലും പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ആംബുലൻസ് ആയി കൂടി പാസ് ചെയ്തു. അതോടെ എല്ലാവരും സൈഡിലോട്ട് മാറിക്കേണ്ട അവസ്ഥ വന്നു. അതോടെ നല്ല തിരക്കാണ് നിർത്തി. എന്ന് വെച്ചാൽ തിരിയാൻ കഴിയില്ല. ചില കടകളൊക്കെ ഇടിഞ്ഞ് വീഴാൻ തുടങ്ങി. അതിൻ്റെ ഇടയിൽ എൻ്റെ ഫോണും പവർ ബാങ്കും താഴെ പോയി. പക്ഷെ എങ്ങനെയൊക്കെയോ ആരുടെയോ സഹായം കൊണ്ട് ആ സാധനം തിരിച്ചു കിട്ടിട്ടോ. കുറേ ആൾക്കാർ മയങ്ങി വീഴുന്നുണ്ടായിരുന്നു, അവരെ സൈഡിൽ മാറ്റുന്നുണ്ടായിരുന്നു. അതേപോലെ ആംബുലൻസ് പാസ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അത്യാവശ്യം തൃശ്ശൂർ പൂരത്തിന് പോകുന്നുണ്ടും ഇന്ത്യൻ റെയിൽവേയിൽ ലോക്കലിൽ അത്യാവശ്യം നന്നായിട്ട് ട്രാവൽ ചെയ്യണോണ്ടും എനിക്ക് വലിയ എഫക്റ്റ് ഒന്നും വന്നില്ല കേട്ടോ. ഒന്നും വാങ്ങുന്നില്ല. ഉത്സവപ്പറമ്പിലെ കച്ചവടങ്ങളൊക്കെ നോക്കിക്കാം, പ്രത്യേക സുഖാലേ. ചെറുതായി ഉറക്കം വരാൻ നോക്കിയപ്പോൾ നൈസായിട്ട് കട്ടൻ അടിച്ചിട്ടോ. ഇവിടെ നിന്നാണ് ഗൈസ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ ആദ്യം പറഞ്ഞ കൺസെപ്റ്റ് സ്റ്റാർട്ടിങ് ചെയ്യും. ഞാൻ ഈ ചാർജിങ് സ്റ്റേഷൻ്റെ അടുത്തെത്തുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ എൻ്റെ ചാർജർ ഡിസ്കണക്ട് ചെയ്തിട്ട് വേറൊരു ഏതർ അവിടെ ചാർജ് ചെയ്യാൻ നിർത്തി. ഈ ഒരു സീൻ കണ്ടപ്പോൾ തന്നെ ഞാൻ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആയി. നേരം പിന്നെ അവിടെ നിന്നില്ല, ഞാൻ അവിടെ പോയാൽ വണ്ടി എടുത്ത് പോകുന്നു. പട്ടണത്തോളം ദൂരം ഓടിച്ച് ഒരു ചാർജിങ് സ്റ്റേഷൻ എത്തി. അവിടെ വണ്ടി കുത്തിയിട്ടു. വണ്ടി ഡിസ്കണക്ട് ആയി കിടക്കണ കണ്ടപ്പോൾ തന്നെ ആ ചേട്ടനോട് ചോദിച്ചു എന്ത് പരിപാടിയാണ് ചേട്ടൻ കാണിച്ച്. ഞാൻ അവിടെ ആൾറെഡി കുത്തി വെച്ചായിരുന്നില്ലേ. അപ്പോൾ ആ ചേട്ടൻ്റെ ഒപ്പം ഓല ഓടിക്കുന്ന ഒരു ചേട്ടനും കൂടി ഉണ്ട്. ആ ചേട്ടൻ പറഞ്ഞതെന്ന് വെച്ചാൽ മോനെ വണ്ടി ചാർജ് കഴിഞ്ഞു, കഴിഞ്ഞു, അതുകൊണ്ടാണ് വണ്ടി ഊരി കുത്തിയത്. ഉത്സവപ്പറമ്പിൽ സിഗ്നൽ ഇല്ലാത്തത് കൊണ്ട് വണ്ടിയുടെ അപ്ഡേഷൻസ് ഒന്നും നമുക്ക് മൊബൈലിൽ നോക്കാൻ പറ്റുന്നില്ല. നമ്മുടെ വണ്ടി ഡിസ്കണക്ട് ചെയ്ത് കിടക്കുന്ന ടൈമിലും ചാർജിങ് സ്റ്റേഷൻ റെഡ് കളറായിരുന്നു. എന്നുവെച്ചാൽ ചാർജിങ് സ്റ്റേഷൻ വർക്കിംഗ് ആയിരുന്നില്ല. ഈ ഓലുള്ള ചേട്ടൻ എന്നോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ ഏതൊരു ജില്ല ചേട്ടൻ കസ്റ്റമർ കെയറിനെ വിളിച്ചുകൊണ്ടിരിക്കുന്നു ഈ ചാർജിങ് സ്റ്റേഷൻ വർക്ക് ചെയ്യാത്തതിന് പേരിൽ. ചാർജിങ് സ്റ്റേഷൻ വർക്കാവാൻ തുടങ്ങി ആ ചേട്ടൻ ഏതൊരു കുത്തിച്ചതിന് ശേഷം എൻ്റെ കൂട്ടുകാരനോട് ആ ചേട്ടൻ്റെ സിറ്റുവേഷൻ ഒക്കെ പറഞ്ഞു. ഞാൻ അധികമൊന്നും ആ ചേട്ടനോട് സംസാരിക്കാൻ പറ്റില്ല. ആ ചേട്ടനോട് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, ചേട്ടാ ഞങ്ങളൊരു ഫുൾ ചാർജ് ആക്കിയാലും ഞാൻ എൻ്റെ വീട്ടിലെത്തൂല. പക്ഷേ ഫുൾ ചാർജ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചുകൂടി നേരത്തെ വീട്ടിലെത്താൻ പറ്റുമായിരുന്നു. എൻ്റെ അറിവോ സമ്മതമോ കൂടാതെ ഞാൻ ബുക്ക് ചെയ്ത് വെച്ച ചാർജർ എൻ്റെ വണ്ടി ഇത് ഡിസ്കണക്ട് ചെയ്ത് മറ്റൊരു വണ്ടിയിൽ കുത്തിക്കുമ്പോൾ എന്ത് വിധമാണ് എനിക്ക് വരേണ്ടത്? നിങ്ങൾ തന്നെ പറ. ഓബിയസ്ലി എനിക്ക് നല്ല ദേഷ്യം തന്നെ വന്നു. ആ ചേട്ടൻ്റെ സിറ്റുവേഷൻ അങ്ങനെ ആയതുകൊണ്ട് മാത്രം ഞാൻ എൻ്റെ ദേഷ്യം ഞാൻ അവിടെ പ്രകടിപ്പിച്ചില്ല. ഞാനും ഇങ്ങനെ ഒരുപാട് സിറ്റുവേഷനിൽ പോയിപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഇതുവരെ ഒരാൾ ചാർജർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അയാളെ അറിവ് കൂടാതെയോ സമ്മതം കൂടാതെയോ ആ ചാർജർ എടുത്ത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ എനിക്ക് ഇങ്ങനെ സിറ്റുവേഷൻ വന്നപ്പോൾ ഞാൻ വല്ലാണ്ട് ഡിസ്റ്റർബ്ഡ് ആയിപ്പോയി. 2 കിലോമീറ്റർ 4% സമയം നോക്കി നമ്മളിപ്പോൾ എവിടെ നിൽക്കണ അറിയോ? നമ്മുടെ ദാറുഞ്ഞാത്തുണ്ടല്ലോ മണ്ണാർക്കാട്, അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. വണ്ടി വേണ്ട ഇവിടെ ചാർജിങ് ഉണ്ട്, ചാർജ് മോഡിൽ. നമ്മൾ ചായ കുടിക്കാൻ പോയതാ. ചായക്കടയിൽ പോയപ്പോൾ ഒക്കെ തീർന്ന് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരാൻ വന്നപ്പോൾ നമുക്ക് ഈ ഒരു സാധനം കിട്ടി. ഇതൊരു ഇൻസ്റ്റൻറ്റ് ന്യൂഡിൽസ് ആണ്. പക്ഷേ ഇത് ഭയങ്കര റെയറാട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ട്രാവൽ ചെയ്യാൻ പോകുമ്പോൾ കൂടുതൽ ഉപയോഗിക്കുന്ന ന്യൂഡിൽസ് ഇതാട്ടോ. ഇൻ കേസ് നമ്മുടെ വണ്ടി അവിടുന്ന് ഫുൾ ചാർജ് ആയിട്ടുണ്ടെന്നെങ്കിൽ നമുക്ക് ഇവിടുത്തെ എന്ന് വെച്ചാൽ മണ്ണാർക്കടുത്തറ്റം ഒറ്റ സ്ട്രെച്ചിൽ നമുക്ക് എത്താൻ. ഇപ്പോൾ ഒരു ചാർജിങ് സ്റ്റേഷനിൽ നിന്ന് അവിടെ 1 മണിക്കൂറോളം ചാർജ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങോട്ട് വന്നു. ഗൈസ് ഉള്ളത് കൊണ്ട് വേണം പോലെ കിട്ടിയ പേപ്പറും വിരിച്ച് കുറച്ചും കട തുടങ്ങുന്നോട്ടെ, ഇല്ലെങ്കിൽ നാളെ വല്ല കൊക്കേൻ പെറുക്കിയെടുക്കേണ്ടി വരും. ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ കൺസെപ്റ്റിൻ്റെ മറ്റൊരു സൈഡ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മൾ കിടന്നുള്ള സമയത്ത് ഒരു ഓട്ടോറിക്ഷക്കാരൻ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കുറേ നേരം. കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടൻ പറഞ്ഞത് ഞാൻ ഇവിടെ നിന്നാണ് സ്ഥിരമായിട്ട് ചാർജ് ചെയ്യാറ്. അപ്പോൾ ഇവിടെ ഒരു വണ്ടി കുത്തിയിട്ട് കണ്ടപ്പോൾ ആളെ വെയിറ്റ് ചെയ്ത് നിന്നാണെന്ന് പറഞ്ഞു. എന്തായാലും ഞാൻ ആ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഒരു അരമണിക്കൂറും കുത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വീട്ടിലെത്താനാവും, അത് കഴിഞ്ഞിട്ട് ചേട്ടൻ കുത്തിക്കോ എന്ന് പറഞ്ഞു. ആ അരമണിക്കൂർ ആ ചേട്ടനോട് കുറേ നേരം സംസാരിച്ചു. ആ ചേട്ടൻ പറഞ്ഞു ഞാൻ വീട്ടിൽ കുത്തിവെക്കാറില്ല, ഞാൻ ഇവിടെ തന്നെയാണ് കുത്തിവെക്കാറ് സ്ഥിരം എന്ന് പറഞ്ഞു. നാട്ടിൽ വണ്ടി ഓടിക്കുന്ന ആ ചാർജിങ് സ്റ്റേഷനിൽ മാത്രം ചാർജ് ചെയ്യുന്ന ആ ചേട്ടന് ഞങ്ങളുടെ വണ്ടിയുടെ ചാർജർ ഡിസ്കണക്ട് ചെയ്യാൻ അധികം ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. നമ്മളവിടെ ഇല്ലാഞ്ഞിട്ടും നമുക്ക് വേണ്ടി ആ ചേട്ടൻ വെയിറ്റ് ചെയ്തു. വന്നതിന് ശേഷം അരമണിക്കൂർ വീണ്ടും വെയിറ്റ് ചെയ്തു. ഇത്രത്തോളം ഒന്നും ഇല്ലെങ്കിലും ഇതിന്റെ പകുതി അത്രയും ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. ഇനി നിങ്ങൾ പറ, ഇങ്ങനെ ഇൻസിഡന്റ് നിങ്ങൾക്കാണ് ഉണ്ടാവുന്നത്, നിങ്ങളുടെ അപ്രോച്ച് എന്തായിരിക്കും? ഇതുപോലെ ഇൻസിഡന്റ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ആ സമയത്ത് നിങ്ങൾക്ക് ഉള്ളിൽ തോന്നിയത് എന്താണോ അത് എന്നോട് കൂടി പങ്കു. ഇനിയുള്ളവർക്ക് അത് ഉപയോഗപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ടോപ്പിക് ഇവിടെ നിർത്തുകയാണ്. നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ ഇറങ്ങിയ കയറ്റാണ്. ഈ കയറ്റം പറഞ്ഞാൽ അത്യാവശ്യം നല്ല കുത്തന കയറ്റാണ്. വണ്ടി വലിയും, പക്ഷേ വണ്ടിയെ ചാർജ് കമ്മിയാണ്. അതും പോരായിട്ട് MCUക്ക് കംപ്ലൈന്റ് ഉണ്ടായതുകൊണ്ടാണ് അറിയില്ല, വണ്ടി പെട്ടെന്ന് ഹീറ്റ് ആവുന്നുണ്ട്. ഗൈസ് ചാർജിലാ വന്നു. വേണ്ട ഹീറ്റായിട്ട് നടുറോളിൽ വന്നു. ടെമ്പറേച്ചർ നോക്കി
നല്ല കുറഞ്ഞിട്ട് ചാർജും ഇല്ല, നല്ല കുത്തനെ കയറ്റം, ക്ഷീണി കയറ്റട്ടോ. നമ്മളിപ്പോൾ ഇടത്തനാട്ടിൽ നിന്ന് വണ്ടോന്നിട്ടിരിക്കുന്നു. നാളെ വണ്ടിയിൽ നിന്നാലും ചാർജ് വന്നു. എന്തായാലും ഈ കയറ്റം കയറിയതല്ലേ, എന്തെങ്കിലും വ്യൂ കിട്ടു നോക്കാം. അതിന് കയറ്റി ഇങ്ങോട്ട് വന്നാണ്. ഓ മോനെ ഗൈസ്, എങ്ങനെയുണ്ട് വ്യൂ? അടിപൊളിയല്ലേ? കുറച്ച് കഷ്ടപ്പെട്ടെങ്കിലും ഈ കയറ്റം കയറിയതിന് ഈ ഒരു വ്യൂ വേർത്തന്നെ കേട്ടോ. അല്ല, കയറിയ വേർത്താണോ? കുറച്ച് കഷ്ടപ്പെടുന്നുണ്ട് ഗൈസ്. അതിൻ്റെ വ്യൂ രക്ഷയില്ല ഗൈസ്, കാര്യം പറയാം, നല്ല അടിപൊളി വ്യൂ. നമ്മൾ ആ കയറ്റം കയറി ഇറങ്ങിയപ്പോൾ തന്നെ വണ്ടിയിൽ നന്നായിട്ട് ചാർജ് കുറഞ്ഞു. എടുത്തുള്ള ചാർജിങ് സ്റ്റേഷൻ നോക്കിയപ്പോഴാണെങ്കിൽ വർക്കിംഗ് ആയിരുന്നില്ല. എന്തായാലും വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്തിട്ട് നന്നാക്കുന്നു കിട്ടാം. നമ്മളെന്തായാലും വീട്ടിലോട്ട് തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്നോർത്ത് വെച്ച് കാണാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ട്രിപ്പായിരുന്നു. ഇതുപോലത്തെ ട്രിപ്പ് ഞാൻ ലൈഫിൽ പോയിട്ടില്ല. എല്ലാവരും ഇത് എക്സ്പീരിയൻസ് ചെയ്യാം. ഗൈസ്, അവസാനം നമ്മുടെ വീട്ടിലെത്തിട്ടോ. നമ്മുടെ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 7:40 സമയം. ഇനി വണ്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ 6% ചാർജ് ഉണ്ടായിരുന്നു. പിന്നെ ടോട്ടൽ നെന്മാറ പോയി വരാൻ 226 കിലോമീറ്റർ നമ്മൾ ട്രാവൽ ചെയ്തു. നമ്മുടെ മെയിൻ കൺസെപ്റ്റിനെ കുറിച്ച് ഞാൻ അധികം ഒന്നും പറയണ്ട, ഇനി നിങ്ങൾ തന്നെ പറയാം. EV റൈഡർ എന്ന പേരിൽ ഞാൻ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന യാത്രകളെ കുറിച്ചും ഇനിയും നമ്മൾ ഒരുപാട് വീഡിയോസ് ചെയ്യുമെന്നുണ്ട്. ടേക്ക് കെയർ, റൈഡ് സേഫ്. നെക്സ്റ്റ് വീഡിയോ. ദിസ് മീ മാരിയോ സൈനിങ് ഓഫ്.